അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് വഴിപാടുകളും ഫലസിദ്ധികളുമുണ്ട്. അതിലൊന്നാമത്തേതാണ് പുഷ്പാഞ്ജലി. അത് നമ്മുടെ രോഗശാന്തിക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നെയ്യഭിഷേകം, അത് പാപശമനം, നമ്മുടെ പാപങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ട്. പിന്നെ നെയ്വിളക്ക് നമ്മൾ തെളിയിക്കുന്നത് ധനാഭിവൃദ്ധിക്ക് വേണ്ടിയാണ്, എന്നുവെച്ചാൽ ധനങ്ങളൊക്കെ വന്നു ചേരാൻ വേണ്ടിയിട്ട്. നീരാഞ്ജനം എന്ന് പറയുന്നത് നമ്മുടെ അഭീഷ്ടസിദ്ധിക്കാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് തുളസിമാല. അത് ഭാഗ്യസിദ്ധി, നമ്മുടെ ഭാഗ്യങ്ങളെല്ലാം വന്നു ചേരും, ഐശ്വര്യം. ഇഷ്ടവരദായകനായ ഭഗവാന് ഏറെ ഇഷ്ടം കളഭാഭിഷേകമാണ്. അത് അഭീഷ്ടസിദ്ധിക്കാണ്. കരിക്ക് നിവേദ്യം, കടബാധ്യത മറ്റെല്ലാം മാറാൻ വേണ്ടിയിട്ട്. താമര മൂടൽ ത്വക്ക് രോഗശാന്തിക്കായി നമ്മൾ ചെയ്യുന്നൊരു വഴിപാടാണ്. ഭസ്മാഭിഷേകം അറിവിൻ്റെ സർവ്വവിഘ്നങ്ങളും തീരാൻ, വിദ്യാവിജയത്തിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പാലഭിഷേകം ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം, അതാണ് സന്താന ഭാഗ്യം. എള്ളുപായസം അർപ്പിക്കുന്നത് നമ്മുടെ തൊഴിൽ വിജയങ്ങൾക്കെല്ലാം നല്ലതാണ്. ഈ കരിക്കഭിഷേകം എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ രോഗശാന്തിക്കായി നമ്മൾ ചെയ്യുന്ന ഒരു വഴിപാടായിരിക്കും. ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ വേണ്ടി താമരമല അർപ്പിക്കുന്നു. അത് നമ്മുടെ ലൗകിക സുഖത്തിനെല്ലാം നല്ലതാണ്. പല ജീവിതങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ത്രിമധുരം നിവേദ്യം അർപ്പിച്ചുകൊണ്ട് മംഗല്യോഗം കൈവരാൻ വേണ്ടി